വ്യാപാര കരാർ മറ്റു രാഷ്ട്രങ്ങളുമായി US തയ്യാറാക്കിയ കരാറുകളേക്കാൾ മികച്ചതെന്ന് കേന്ദ്ര വാണിജ്യ വ്യവസായ മന്ത്രി പീയൂഷ് ഗോയൽ. വീണ്ടും താരിഫ് കുറയ്ക്കുന്നതിനുള്ള ചർച്ചകൾ തുടരുകയാണ്. നിരവധി ഉൽപ്പന്നങ്ങൾക്ക് കയറ്റുമതി തീരുവ പൂർണ്ണമായും ഇല്ലാതാക്കിയിട്ടുണ്ടെന്നും വാണിജ്യമന്ത്രി വ്യക്തമാക്കി. വിവിധ രാജ്യങ്ങളുമായി അമേരിക്ക വാണിജ്യ ധാരണയിലെത്തിയിട്ടുണ്ട്. എന്നാൽ അത്തരം കരാറുകളേക്കാൾ ഏറ്റവും മികച്ചതാണ് ഭാരതവുമായുള്ളതെന്നും വാണിജ്യമന്ത്രി പീയൂഷ് ഗോയൽ പറഞ്ഞു. ഇന്ത്യയിലെ കർഷകർക്ക് വലിയ വിപണി തുറന്നുകിട്ടുകയാണ്. കർഷകരുടെ താൽപര്യം പൂർണ്ണമായും കരാറിൽ സംരക്ഷിച്ചിട്ടുണ്ടെന്നും പീയൂഷ് ഗോയൽ വ്യക്തമാക്കി. हमारे किसानों के हितों का संरक्षण किया गया है, पूर्णतः संरक्षण किया गया है. किसानों का, डेयरी का, उसको मद्देनजर रखते मैं मानता हूं ये जो यूनाइटेड स्टेट्स और भारत के बीच जॉइंट स्टेटमेंट कल देर रात फाइनलाइज हुआ, विश्व के समक्ष रखा गया, इसका देश के कोने कोने में स्वागत हुआ है. താരിഫ് വീണ്ടും കുറയ്ക്കുന്നതിനുള്ള നടപടികൾ തുടരുകയാണ്. വികസിത് ഭാരത് ആശയത്തിന് ശക്തമായ പിന്തുണയാണ് കരാർ. ഫാർമസ്യൂട്ടിക്കൽ ഉൽപ്പന്നങ്ങൾക്ക് പൂർണ്ണമായും താരിഫ് ഒഴിവാക്കി. തുകൽ ടെക്സ്റ്റൈൽ വ്യവസായത്തിന് നേട്ടമുണ്ടാക്കുന്ന വ്യവസ്ഥകളാണ് കരാറിൽ ഉൾപ്പെടുത്തിയതെന്നും പീയൂഷ് ഗോയൽ അറിയിച്ചു. अब शून्य ड्यूटी लगेगी जब हमारे निर्यातक अमेरिका में, यूनाइटेड स्टेट्स ऑफ अमेरिका में सामान भेजेंगे. उदाहरण के लिए जेम और डायमंड्स पूरी तरीके से शून्य ड्यूटी लगेगी. फार्मास्यूटिकल प्रोडक्ट्स जो भारत से दवाइयां बड़े रूप में जाती हैं, लगभग $13 बिलियन की, उस पे शून्य ड्यूटी लगेगी. स्मार्टफोन्स जो भारत से बड़े रूप में अमेरिका जाते हैं, उसमें आगे भी चलकर शून्य ड्यूटी ही लगी रहेगी. इस प्रकार से ढेर सारी ऐसी वस्तु हैं जिन पर आगे चलकर शून्य ड्यूटी लगेगी. ഉന്നത ഗുണനിലവാരമുള്ള യന്ത്രസാമഗ്രികളും സാങ്കേതിക ഉത്പന്നങ്ങളും വികസനത്തിന്റെ ആക്കം കൂട്ടും. അമേരിക്കയിൽ നിന്നും ഇറക്കുമതി ചെയ്യുന്ന ജനിതകമാറ്റം വരുത്തിയ വിത്തുകൾക്കും മില്ലറ്റിനും ഭാരതത്തിൽ വിപണി അനുവദിക്കില്ല എന്നും വാണിജ്യമന്ത്രി വ്യക്തമാക്കി. ന്യൂസ് ഡെസ്ക്, ജനം.